ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മളിന്ന് ഒരു അടിപൊളി മീൻകറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള, നല്ല കുറിയ ചാറോട് കൂടിയുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയലക്കറി. നല്ല ടേസ്റ്റാണ്, അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കുടം വെളുത്തുള്ളി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഇത്ര ഉള്ള ഒരു കഷ്ണം ഇഞ്ചി. ഓക്കെ, അതും കൂടെ ഒന്ന് നുറുക്കി ജാറിലേക്ക് ഇടാം. ഇതിപ്പം ഞാൻ എണ്ണം പറയുന്നില്ല, കാരണം ചെറിയ ചെറിയ ഉള്ളികളായിരുന്നു, അതുകൊണ്ട് തന്നെ എണ്ണം പറയുന്നില്ല. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 10-15 എണ്ണം, അല്ലെങ്കിൽ ഒരു 20 എണ്ണം ഒക്കെ കേട്ടോ. 1 കിലോ ആയാലേക്ക് 20 എണ്ണമൊക്കെ വരെ എടുക്കാം. എണ്ണം ഒന്നും പറയുന്നില്ല. അത്രയും ചെറിയ ഉള്ളി ഞാൻ കഴുകിയത് നല്ല വൃത്തിയാക്കി എടുത്തത് ഞാൻ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനെല്ലാം കൂടെ ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി നല്ലോണം ചൂടായി, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടി ചൂടായതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അതിലേക്ക് ഒരു നുള്ള് ഉലുവ, ഒത്തിരി ചേർക്കരുത്. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കറി ഇരിക്കും തോറും കയ്പിറങ്ങും. അതുകൊണ്ട് ഒരു നുള്ള് ഉലുവ ചേർക്കുന്നുള്ളൂ. അതൊന്ന് പൊട്ടി വരട്ടെ. ഇതിപ്പോൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ട് വെച്ചിരുന്ന എന്തായിരുന്നു, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അതിൻ്റെ ആ ഒരു ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 2 കതിർപ്പ് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലയൊക്കെ മീൻകറിക്ക് എത്ര വേണേലും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നതനുസരിച്ച് ടേസ്റ്റാണ്. ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 3/4 വരെ ആവാം. 1 കിലോളം മീനുണ്ട്. എന്നാലും അതിൻ്റെയും പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അല്ലാത്ത ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് എരിവ് നോക്കിയിട്ട് കേട്ടോ, എരിവിനനുസരിച്ച് ചേർക്കുക. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി അതിലേക്ക് ഞാനൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ വെള്ളത്തെ അങ്ങ് നമ്മൾ വറ്റിച്ചെടുക്കും. അപ്പം കരിയുമില്ല. അല്ലെങ്കിൽ എന്നാ ചെയ്യുന്ന വെച്ചാൽ കരിഞ്ഞിട്ട് നമുക്ക് അതിനൊരു കയ്പ്പ് സ്വാദൊക്കെ വരും. അപ്പോൾ എന്നിട്ട് ലേശം വെള്ളം വേണമെങ്കിൽ നമുക്ക് ആ മുളക് പൊടിയെ കുഴച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുഴച്ചിട്ട് ചേർത്തിട്ട് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ചേർത്ത് ഇങ്ങനെ ഇളക്കി ഇതാക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ പോരാ എന്ന് തോന്നിയാൽ ലേശം എണ്ണയും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇനിയിപ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാതെ ഉള്ളത് വെച്ചിട്ട് എന്താ പറയുക, നല്ല മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കുക. ഞാൻ പക്ഷേ ഈ സമയത്ത് ഒരു ലേശം എണ്ണ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെ കിട്ടും. അതൊക്കെ ഒരു ഓപ്ഷണൽ മാത്രമാണ്. ഇപ്പോൾ ഇതിനൊന്ന് പച്ചമണം ഒന്ന് മാറട്ടെ. അതായത് കണ്ടോ, നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ വെള്ളം നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടിട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം അപ്പോൾ ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു ഇതാവും. ഈ സമയത്ത് നമ്മൾ എന്താ പറയുക, മീനൊക്കെ കഴുകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച കുടംപുളിയാണ് കേട്ടോ. ലേശം ഉപ്പ് കൂടി ആ പുളിക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് അതിൻ്റെ ഉറയൊക്കെ ഇറങ്ങി കിട്ടും. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ പുളിയുടെ ഉറക്കനുസരിച്ച്, പുളിയുടെ ഒരു ഇതുണ്ടാവുമല്ലോ, ഡെൻസിറ്റി ഉണ്ടാവില്ല, അതിനനുസരിച്ച് നമ്മൾ പുളി എടുക്കുക. ഞാനിപ്പം ചെറുതായിട്ട് കീറിയതാണെങ്കിലും ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് പക്ഷേ എൻ്റെ അധികം പുളിയുള്ള പുളിയല്ല. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുളിയുടെ ആ ഒരു ഉറക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ചാറ് എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത്. വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒന്നും അരിഞ്ഞോ ഒന്നും ഇരിക്കേണ്ട. പെട്ടെന്ന് നമ്മളെല്ലാം കൂടെ ക്രഷ് ചെയ്ത് ഒരുമിച്ചെടുക്കുന്നു. എന്നിട്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാനിതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി ചാറ് വെച്ചിട്ടല്ല, അതുകൊണ്ട് ഇച്ചിരി കുറുകിയുള്ള ഇതിലാണ്. അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2-3 കരിവേപ്പിലയും കൂടെ പറിച്ചിട്ട് കൊടുത്തിട്ട് ഇതങ്ങോട്ട് അടച്ചു വെക്കാൻ പോവാണ്. ഞാൻ അത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കട്ടെ. തിളയ്ക്കാൻ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടോ. നമുക്ക് ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പല്ലായിരുന്നു ആദ്യം മറ്റേ എന്താ പറയുക, ഉള്ളിയൊക്കെ കൂടെ വഴറ്റിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം മീനിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അത് തിളയ്ക്കാനായിട്ട് അടയ്ക്കാനായിട്ട്. അതായത് ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ട് വട്ടത്തിലൊന്ന് ചൊഴിച്ച് കൊടുത്ത് മീനിനെല്ലാം ഒന്ന് താഴോട്ടാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കണം. നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കറി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഞാൻ ഇതുപോലെ വട്ടത്തിലൊന്ന് ചുഴറ്റി കൊടുത്തിരുന്നു. നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പം ഇട്ട് ഇളക്കരുത്, ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പം നമുക്കിനിയിപ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഒരു 7 മിനിറ്റ് ഏകദേശം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ചും ഫ്ലെയിമിനനുസരിച്ചും ഒക്കെ മാറ്റം വരുത്തി ചെയ്യുക. അപ്പം ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് നമ്മൾ കുറച്ച് നല്ല പച്ച കരിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുകയാണ്. കരിവേപ്പിലയൊക്കെ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണ്ടവർ ചെയ്താൽ മതി. പിന്നെ കയ്യിൽ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അതും ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്